നമസ്കാരം. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷം ആ സർക്കാരിനെ തിരുത്താൻ ഞങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് പിന്തുണ കൊടുത്ത ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു മറുനാടൻ. പക്ഷേ അഹങ്കാരവും അഴിമതിയും സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും പിണറായിയുടെ മുഖമുദ്രയായപ്പോൾ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുത്തു. ഞങ്ങളെ അടിച്ചമർത്തി മൂലയ്ക്കിരുത്താനും ജയിലിലടയ്ക്കാനും മറുനാടൻ എന്ന സ്ഥാപനം തന്നെ പൂട്ടിക്കെട്ടാനുമായിരുന്നു പിണറായി തീരുമാനമെടുത്തത്. അതിനെ അതിജീവിച്ചുകൊണ്ട് ഭരണഘടന മുറുകെ പിടിച്ച് പിണറായിക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാട്ടം നടത്തി. ഇപ്പോഴിതാ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ സർക്കാർ രൂപം കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. പിണറായി തൻ്റെ പ്രതാപം അസ്തമിക്കാതിരിക്കാൻ CPM ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് വാശിയുള്ളതുകൊണ്ട് തൻ്റെ പഴയ വൃത്തികേടുകളൊക്കെ തുടരാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും പിണറായിയെയും CPMനെയും വിമർശിക്കേണ്ടി വരുന്നു എന്ന സങ്കടം മാത്രമാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ളത്. ഊർജ്ജസ്വലരായ ഒരു പുതിയ നേതൃത്വം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ, അവർ UDF സർക്കാരിനെ തിരുത്താൻ രംഗത്ത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുമായിരുന്നു. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ എപ്പോഴും പ്രതിപക്ഷത്തിരിക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ഞങ്ങൾ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ പലതും വേണ്ടതുപോലെ പരിഗണിക്കാനും പരിഹാരമുണ്ടാക്കാനും UDF സർക്കാർ ശ്രമിക്കുന്നു എന്നതിൽ അഭിമാനമുണ്ട്. പിണറായി വിജയൻ്റെ അടുക്കളയിൽ പോയി അവിടെ കിടന്നിരുന്ന വേസ്റ്റ് തിന്നുകൊഴുത്ത KA രതീഷ് എന്നു പേരുള്ള ഒരു അഴിമതിക്കാരനെക്കുറിച്ച് ഞങ്ങൾ പല വീഡിയോകൾ ചെയ്തിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്നപ്പോൾ INTUC നേതാവ് R ചന്ദ്രശേഖരനെ പോലും ഈ അഴിമതിക്കളത്തിലേക്ക് പിടിച്ചിട്ടത് രതീഷായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ മാനസപുത്രനായി 2003 പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് എത്തിയ പരാജയപ്പെട്ട ഒരു കച്ചവടക്കാരനായിരുന്ന രതീഷ് പിന്നീട് മാറി മാറി വന്ന സർക്കാരുകളുടെ പ്രീതിയിൽ മുമ്പോട്ട് പോയി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നത പദവിയിലിരിക്കാൻ പരമാവധി 65 വയസ്സ് വരെ അനുവദിക്കാവൂ എന്ന നിയമമുണ്ടായിട്ടും 65 വയസ്സ് പിന്നിട്ട രതീഷ് ഇപ്പോഴും 3 സുപ്രധാനമായ തസ്തികകളിൽ തുടരുന്നുവെന്ന വാർത്ത ലോകത്തോട് പറഞ്ഞത് ഞങ്ങളായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ആ പദവി നഷ്ടപ്പെട്ടെങ്കിലും രതീഷിനെ പിണറായി മറ്റ് പദവികൾ കൊടുത്ത് സംരക്ഷിച്ചിരുന്നു. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് മാസങ്ങളേറെയായിട്ടും രതീഷിനെ തൊടാൻ എന്തുകൊണ്ടോ പേടിച്ചു. രതീഷ് എന്ന അഴിമതിക്കാരനെ എത്രയും വേഗം സുപ്രധാനമായ പദവിയിൽ നിന്നും ഇറക്കി വിടണം, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. റൂട്രോണിക്സ് എന്ന സ്ഥാപനത്തിൻ്റെ MD ആയും ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ CEO ആയും ഖാദി ബോർഡിൻ്റെ സെക്രട്ടറിയായും രതീഷ് ലക്ഷങ്ങൾ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് പിണറായി ഭരണം അവസാനിച്ചിട്ടും തുടരുകയായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഇടപെട്ട് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടും രതീഷിനൊന്നും സംഭവിച്ചില്ല. തുടർന്നാണ് രതീഷ് എന്ന കള്ളനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ രംഗത്തെത്തിയത്. പുതിയ മന്ത്രിമാരെ നേരിട്ട് സുഖിപ്പിക്കാൻ രതീഷ് ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇക്കുറി ഒരു തന്ത്രം കൂടി കയ്യിലെടുത്തിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനെ കൊണ്ട് ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശ്രമിച്ചെങ്കിലും സതീശൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ആ കെണിയിൽ വീണത് ആരോഗ്യമന്ത്രി K മുരളീധരനായിരുന്നു. സാധാരണഗതിക്ക് ഒരു സംസ്ഥാനതല ഉദ്ഘാടനം മാത്രം നടക്കേണ്ട ഖാദി മേളയ്ക്ക് ഇക്കുറി എല്ലാ ജില്ലയിലും പ്രത്യേകം ഉദ്ഘാടനം ഉറപ്പിച്ചത് എല്ലാ മന്ത്രിമാർക്കൊപ്പവും സാന്നിധ്യം ഉറപ്പിക്കാനുള്ള രതീഷിൻ്റെ കാഞ്ഞബുദ്ധിയിൽ നിന്നായിരുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തലയും ബിന്ദുമടക്കം പല മന്ത്രിമാർക്കൊപ്പം ഖാദി ജില്ലാ മേളയുടെ ഉദ്ഘാടകനായി രതീഷ് വാണപ്പോഴാണ് മറുനാടൻ അതിലിടപെടുന്നതും നിരന്തരമായി വാർത്തകൾ ചെയ്യുന്നതും. രതീഷിൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു മലപ്പുറത്ത് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. തിരുവനന്തപുരത്തു നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ രതീഷ് മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആലുവയിലേക്ക് തിരിച്ചു വരാൻ ഉത്തരവിട്ടത്. അങ്ങനെ മന്ത്രിമാരെ സംഘടിപ്പിച്ച് ജില്ലാമേള നടത്തിക്കൊണ്ടുന്ന രതീഷിനെ തൻ്റെ ഗോഡ് ഫാദർ എന്ന് എല്ലാവരോടും പറയുന്ന കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു. ഇതോടുകൂടി മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് കണ്ട് കാര്യമുറപ്പിക്കാനായിരുന്നു രതീഷിൻ്റെ നീക്കം. അതിനുവേണ്ടി ആലുവയിലെ വീട്ടുപടിക്കൽ പോയി രതീഷ് നിലയുറപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങളത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവിടെ എത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ രതീഷിനെ കാണാൻ വിസമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഔദ്യോഗികമായി തന്നെ രതീഷിനോട് ഈ പദവികളിൽ നിന്നെല്ലാം രാജി നൽകാൻ വി ഡി സതീശൻ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ KM ഷാജഹാന്റെ പരാതിയിൽ എന്തിനാണ് രതീഷിനെ ഈ പദവിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഹൈക്കോടതിയിൽ ഹർജിയുമെത്തി. ജസ്റ്റിസ് ബദറുദ്ദീൻ ഇങ്ങനൊരു അഴിമതിക്കാരന് ഇപ്പോഴും സുപ്രധാനമായ പദവി കൊടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് എന്ന് സർക്കാരിനോട് ചോദിച്ചു. അതിന് സർക്കാർ ഉത്തരം പറയേണ്ടത് അടുത്തയാഴ്ചയാണ്. കോടതിയിൽ പോയി
എന്ത് വിശദീകരണം കൊടുത്താലും 65 വയസ്സ് പിന്നിട്ട കശുവണ്ടി അഴിമതി കേസിൽ അതേ കോടതി തന്നെ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്ത ഒരു കള്ളനെ വെച്ചുകൊണ്ടിരിക്കാൻ കോടതി സമ്മതിക്കില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു. എത്രയും വേഗം പറഞ്ഞു വിട്ടാൽ നല്ലത്, അല്ലെങ്കിൽ കോടതി എടുത്ത് ദൂരെ കളയുമ്പോൾ നാണക്കെടും എന്ന് ഞങ്ങൾ സതീശന് ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായാലും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഏറെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സതീശൻ രതീഷ് എന്ന കൊള്ളക്കാരനോട് രാജി ചോദിച്ചു വാങ്ങി. എല്ലാ വഴികളും അടഞ്ഞെന്ന് രതീഷിന് ബോധ്യമായത് ഇന്നലെ മാത്രമാണ്. ഇന്നലെ രതീഷ് തൻ്റെ ജീവനക്കാരോട് സങ്കടത്തോടുകൂടി താൻ പടിയിറങ്ങുകയാണ് എന്ന് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. നാളെ, അതായത് തിങ്കളാഴ്ച, രതീഷ് ഖാദി ബോർഡിലെ ജീവനക്കാരുടെ യോഗം വിളിച്ചിരിക്കുന്നത് വിട പറയലിനാണ്, യാത്രയയപ്പിനാണ്. ജീവനക്കാരെ സംഘടിപ്പിച്ച് യാത്രയയപ്പ് നടത്തി രതീഷ് രാജി കൊടുത്ത് പടിയിറങ്ങുകയാണ്. കോടതി പുറത്താക്കുന്നതിന് മുൻപ് രതീഷിനെ പുറത്താക്കി മാനം രക്ഷിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് നിവർത്തിയില്ല. മുഖ്യമന്ത്രി പുറത്താക്കുമെന്ന് ഉറപ്പായതോടെ അതിനു മുൻപ് രാജി സമർപ്പിച്ച് ഓടി രക്ഷപ്പെടുകയാണ് രതീഷ് എന്ന കള്ളൻ. ഈ ഓണക്കാലത്ത് കള്ളഖാദി വാങ്ങി കോടികൾ അഴിമതി നടത്തിയെന്ന ആരോപണം ഇപ്പോൾ തന്നെയുണ്ട്. രതീഷിനെ അങ്ങ് രാജിവെച്ച് ഒഴിഞ്ഞു പോകാൻ അനുവദിച്ചുകൂടാ. പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി രതീഷ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇരുന്ന സമയത്ത് എത്ര കോടിയുടെ മോഷണം നടത്തിയിട്ടുണ്ട്, എത്ര അനധികൃത സ്വത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. പൊതുഖജനാവിൽ നിന്നും അടിച്ചുമാറ്റിയ പണം മുഴുവൻ തിരിച്ചു പിടിക്കണം. അഴിമതി നടത്തിയതിന് രതീഷ് എന്ന കള്ളനെ ജയിലിൽ അടയ്ക്കണം. വി.ഡി. സതീശൻ ആ ഉത്തരവാദിത്വം കൂടി നിറവേറ്റാൻ മറന്നു പോവരുത്. ഒരു അഴിമതിക്കാരനെ ചുമന്നുകൊണ്ട് നടന്ന് നാറാൻ അനുവദിക്കാതെ അയാളെ പുറത്താക്കാൻ എടുത്ത ധീരമായ നിലപാടിന്, അത് കോടതി പറഞ്ഞിട്ട് നിവൃത്തിയില്ലാതാണെങ്കിലും വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ.